ഓക്കെ സ്റ്റുഡൻസ്, മക്കളെ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് NCERT വായിച്ച ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ആസ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാന്തനോയിഡുകൾക്ക് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അതിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിലല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അത് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ബേസിസിലാണ്. പ്രാക്ടിക്കലി നമ്മൾ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കിയിട്ട് +3 ആണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർ +3 ആയി മാറാൻ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആര്? ലാന്തനോയിഡ് സീരീസിലുള്ള ആളുകളൊക്കെ. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് NCERT നിന്ന് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, യൂറോപ്യം +2 നിന്ന് +3 മാറും. അതേപോലെ ലുട്ടീഷ്യം +3 ഓൾറെഡി ഉള്ളത്, ഗഡോലിനിയം +3 ഉള്ളത്, സീരിയം +4 നിന്ന് +3 വരും. അപ്പോൾ ഇവർ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണോ ഉള്ളത് അത് വിട്ടുകൊണ്ട് നേരെ ഏതിലേക്ക് വരും? +3 വരാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. 1ഉം 2ഉം നമുക്ക് അപ്പം തന്നെ ഒഴിവാക്കാം. ഇനി 2 ആളുകളാണുള്ളത്, യൂറോപ്യം ഉണ്ട്, സീരിയം ഉണ്ട്. സീരിയം +3 പോവാന്ന് പറഞ്ഞാൽ സീരത്തിന് എന്താ സംഭവിക്കുക? സീരത്തിന് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവന് റിഡക്ഷൻ സംഭവിക്കുന്ന ഒരാൾ നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? എന്നാൽ യൂറോപ്യം +2 നിന്ന് +3 പോവുക. കാരണം കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പം ഇവന് ഓക്സിഡേഷനാണ് നടക്കുന്നത്. സെൽഫ് ഓക്സിഡേഷൻ നടക്കുന്ന ആളാരാ? നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. സോ ആൻസർ ആയില്ലേ? സോ ദി ആൻസർ ഇസ് 3. മക്കളെ NCERT ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച കുട്ടിക്ക് ഈവൻ യൂറോപ്യത്തെക്കുറിച്ച് നല്ലൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് യൂറോപ്യം എന്ന് പോലും NCERT ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് എടുത്ത് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ NCERT റോക്സ്. നിങ്ങളെല്ലാവരും NCERT കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം.